ഹായ് ഓൾ, വെരി ഗുഡ് മോർണിംഗ്. കിങ് പവർ ഇൻ്റർനാഷണൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്നുള്ളത് എങ്ങനെ വെബ്3 ടെക്നോളജിയിൽ ഒരു വെബ്3 വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സോ നമുക്ക് വെബ്3 വാലറ്റുകൾ ഒരുപാട് വാലറ്റുകളുണ്ട്. അതിൽ ഓരോ വാലറ്റുകളും ക്രിയേറ്റ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് മെത്തേഡിലാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്3 വാലറ്റ് ഏതൊരു വെബ്3 പ്രൊജക്റ്റിലും നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്ക് വെബ് 1, വെബ് 2, വെബ് 3 ഈ 3 ടെക്നോളജിനെ കുറിച്ച് അറിയുന്നവരായിരിക്കാം. വെബ് 1 എന്ന് പറയുന്നത് നമുക്കവിടെ ജസ്റ്റ് ഒരു ആക്സസ് മാത്രമാണ്. ജസ്റ്റ് അതിൽ റീഡ് ചെയ്യാം, ആക്സസ് ചെയ്യാം എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ വെബ് 2 എന്ന് പറയുന്ന ടെക്നോളജി എത്തുന്ന സമയത്ത് നമുക്ക് അവിടെ പാർട്ടിസിപ്പൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് ഓൺ കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് അവിടെ വെബ് 2 ടെക്നോളജിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെബ് 3 ടെക്നോളജിയിലാണെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അധിഷ്ഠിതമായി റൺ ചെയ്യുന്ന വെബ് 3 എന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ ന്യൂ ഫേസ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വെബ് 3യിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ പ്രൈവറ്റ് കീകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനും കൂടാതെ വെബ് 3 പ്രോജക്റ്റിൽ പാർട്ടിസിപ്പൻസ് ചെയ്തുകൊണ്ട് അതിലൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുമെന്നുള്ളത് ഓരോ വ്യക്തികളും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. സോ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെ മെറ്റാമാസ്ക് എന്ന് പറയുന്ന വെബ് 3 വാലറ്റ് ബ്ലോക്ക് ചെയിൻ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ആ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇവിടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് വ്യക്തമായി യൂസ് ചെയ്യുകയും കൂടാതെ അത് നിങ്ങളെ കൂടെയുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നതാണ്. ഈ വെബ് 3 ടെക്നോളജിയിൽ നമുക്ക് ഒരുപാട് പാസീവ് ഇൻകംസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഡീസെൻട്രലൈസ്ഡ് മെത്തേഡിൽ നടക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ 100% ഏറ്റെടുത്തുകൊണ്ട് നമുക്കത് ചെയ്യാം. ഓരോ ടെക്നോളജീൻ്റെ ഭാഗമായി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, അതിൻ്റെ തുടക്ക സമയത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് ആ ടെക്നോളജി പരമായി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വെബ് 3 വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. സോ അതിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗാഡ്ജറ്റിൽ ഇരുന്നുകൊണ്ട് മെറ്റാമാസ്ക് എന്ന് പറയുന്ന വാലറ്റ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ പോകേണ്ടത് ആപ്പിൾ ആണെങ്കിൽ, ആപ്പിൾ ഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലും, ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലാണ് പോകേണ്ടത്. വട്ടവർ ഏതാണോ നിങ്ങൾ ഗാഡ്ജറ്റ്സ് അത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആ രീതിയിൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് മെറ്റാമാസ്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ശേഷം അടുത്തൊരു വാലറ്റിനെ കുറിച്ചും നെക്സ്റ്റ് ഒരു വാലറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ക്ലിക്ക് ചെയ്യും. അവിടെ നമ്മൾ സെർച്ച് ഓപ്ഷൻ, ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്, സെർച്ചിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ടൈപ്പ് ചെയ്യേണ്ടത് മെറ്റാമാസ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫ്രഷായിട്ട് അവിടെ എന്ത് ചെയ്യാം, മെറ്റാമാസ്ക് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, മെറ്റാമാസ്ക്. ദെൻ മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദെൻ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അത് പ്രൊട്ടക്ഷൻ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത ശേഷം നമുക്കവിടെ ഓപ്ഷൻസ് ഓപ്പണായി ഒരു വിൻഡോ, ഒരു പോപ്പ് വിൻഡോ ഓപ്പണായി വരും. ദെൻ അവിടെ നിന്ന് ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം മെറ്റാമാസ്ക് ലോഡാവും. അവിടെ ആക്ച്വലി ഇതൊരു പോപ്പപ്പ് വിൻഡോ ആണ്. ആ പോപ്പപ്പ് വിൻഡോ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. ആ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് വായിച്ച് നോക്കാം. ദെൻ നമുക്ക് അവിടെ നെക്സ്റ്റ് കിട്ടുന്ന 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഇമ്പോർട്ട് യൂസിങ് സീക്രട്ട് റിക്കവറി ഫ്രൈസ്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാലറ്റ് ഉണ്ടെങ്കിൽ ആ വാലറ്റിൻ്റെ സീക്രട്ട് ഫ്രൈസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റാമാസ്കിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് ആണെങ്കിൽ ടോക്കൺ പോക്കറ്റിലേക്ക്, ഇനി കോയിൻ ബേസ് ആണെങ്കിൽ കോയിൻ ബേസിലേക്ക്, ഇനി എക്സോഡെക്സ് ആണെങ്കിൽ എക്സോഡെക്സിലേക്ക്, ഇനി അതല്ല ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിൽ ട്രസ്റ്റ് വാലറ്റ്, അതിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, അത് കൊണ്ടുവരാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഈ 2 ഓപ്ഷൻസിൽ ഫസ്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്നും, ഓൾറെഡി ചെയ്ത വ്യക്തികളാണെങ്കിൽ ഇമ്പോർട്ട് യൂസിങ് സീക്രട്ട് ഫ്രൈസ് വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഞാനിവിടെ ഫസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ക്രിയേറ്റ് ന്യൂ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമുക്ക് ഈ മെറ്റാമാസ്കിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി പാസ്വേഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഗാഡ്ജറ്റ്സിൽ മാത്രമാണ് അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തൊരു മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ വേറൊരു പാസ്വേഡ് ആയിരിക്കും. പക്ഷേ നമ്മുടെ പ്രൈവറ്റ് കീ മീൻസ് സീക്രട്ട് ഫ്രൈസ് എന്ന് പറയുന്ന കീ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയും ഏത് വാലറ്റിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാനിവിടെ കോമൺ ആയിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ദെൻ നമുക്ക് അവിടെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ്, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന മൊബൈലിലുള്ള ഫിംഗർ പ്രിൻറ്റ് ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അതെന്ത് ചെയ്യാം,
ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ഇവിടെ പാസ്വേഡ് കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം. ഒരു തെറ്റുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, മുമ്പോട്ട് പോവില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ പാസ്വേഡ്, ക്രിയേറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ മെറ്റാമാസ്ക് നമ്മൾക്ക് വേണ്ടി ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ്, നമ്മൾ എന്തൊക്കെയാണോ ആ മെറ്റാമാസ്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, അവിടെ നമുക്ക് വ്യൂ ചെയ്ത് കാണിക്കും. ഇവിടെ സെക്യൂർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ട് കാണാം. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ റിമൈൻഡ് മീ ലേറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. റിമൈൻഡ് മീ ലേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ തന്നെ പ്രസന്റ്ലി നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് സെക്യൂരിറ്റി സ്കിപ്പ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് കൊടുക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്യൂർ യുവർ വാലറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇൻഫർമേഷൻസ് അവിടെ വ്യൂ ചെയ്ത് കാണിക്കും. ദെൻ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് എനേബിൾ ചെയ്തുകൊണ്ട് ഫിംഗർ പ്രിന്റ് അവിടെ എന്ത് ചെയ്യും, ചോദിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന സീക്രട്ട് റിക്കവറി ഫ്രൈസ് ഒരു കാരണവശാലും നമ്മളെ കയ്യിൽ നഷ്ടപ്പെടാൻ പാടില്ല. ഈ സീക്രട്ട് ഫ്രൈസ് ആണ് ഈ പ്രൈവറ്റ് കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പ്രൈവറ്റ് കീ ഒരു കാരണവശാലും നമ്മൾക്ക് അവരവർക്ക് വെബ്3 വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ യൂസ് ചെയ്യുന്ന ഈ വാലറ്റ് കീ ഫ്രൈസ് ഒരിക്കലും ഒരാൾക്കും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നാലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ സീക്രട്ട് റിക്കവറി ഫ്രൈസ് ആണ് നിങ്ങളെ വാലറ്റിനെ കൺട്രോൾ ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി കീ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ഞാനിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നത് ഡെമ്മി വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് വ്യൂ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ എന്ത് ചെയ്യാം, വേറൊരു നോട്ട് പാഡിലേക്ക് കറക്റ്റ് അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കിട്ടത്തില്ല. ടോക്കൺ പോക്കറ്റ് അതുപോലെ ട്രസ്റ്റ് വാലറ്റിലൊക്കെ നമുക്ക് വൺ ടൈം അതൊന്ന് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മെറ്റാമാസ്കിൽ ഒരു കാരണവശാലും അവിടെ കോപ്പിങ് ഓപ്ഷൻ ഇല്ല, നമ്മൾ മാനുവലി അത് എഴുതിയെടുക്കുക തന്നെ വേണം. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 12 വേർഡ്സ് റിക്കവറി ഫ്രൈസ് ആണ് നമ്മുടെ വാലറ്റിന്റെ സീക്രട്ട് ഫ്രൈസ് എന്നുള്ളത്. ഒരിക്കലും ഈ 12 വേർഡ്സ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കൂടാതെ ഓരോ വ്യക്തികൾക്കും സെപ്പറേറ്റ് സീക്രട്ട് ഫ്രൈസ് ആയിരിക്കും അവിടെ വേർഡ്സ് ആയിട്ട് കാണിക്കും. ആക്ച്വലി ഒരു വേർഡ്സ് എന്ന് പറയുന്നത് ഈ വേർഡ്സിന്റെ പിറകുവശത്തിലായിട്ട് എക്സാഡെസിമൽ വാല്യൂസ് ആണ് എന്തുള്ളത്, ആച്ചിങ് റെക്കോർഡിൽ ഹാഷ് റെക്കോർഡിലാണ് എന്തുണ്ടാവുക, ഓരോ വേർഡ്സിനും ഓരോരു ഹാഷ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് എന്തുണ്ടാവുക ബാക്ക് എൻഡിൽ സെക്യൂരിറ്റി ആയിട്ട് ഏതൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതിലുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെടാതെ കൃത്യമായി അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമായി എന്ത് ചെയ്യുക, കാണുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ആ സീക്രിഫൈസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ദെൻ കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്ക് എന്താണോ അവിടെ കിട്ടിയിരിക്കുന്ന സീക്രിഫൈസ് അത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ ചെക്ക് ബോക്സിൽ 12 വേർഡ്സ് വരും. ആ 12 വേർഡ്സ് കറക്റ്റ് മാച്ചിങ് ചെയ്തുകൊണ്ട് ഓരോ വേർഡ്സ് മാച്ചിങ് ചെയ്തുകൊണ്ട് ഓരോരോ ബോക്സസിൽ ഏതൊക്കെയാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ കറക്റ്റായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാലറ്റ് എന്ത് ചെയ്യുള്ളൂ, സക്സസ് ആവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ സെക്യൂരിറ്റി കീസും കറക്റ്റ് അവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അത് മിസ്മാച്ച് ആയിട്ട് ഓരോരോ സ്ഥലത്താണ് ഉണ്ടാവുക, നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ 12 വേർഡും കറക്റ്റ് മിസ്മാച്ച് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കാണാം സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കറക്റ്റ് മാച്ച് ചെയ്തുകൊണ്ട് സക്സസ് ആക്കിയിട്ട് കംപ്ലീറ്റ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് അതിനുശേഷം ഒരു ഇൻഫർമേഷൻസ് കാണാം, ഒരു പോപ്പപ്പ് വിൻഡോ വന്നതായിട്ട് കാണാം. കൺഗ്രാജുലേഷൻസ്, യുവർ വാലറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് റെഡി ടു യൂസ്. യു ക്യാൻ ഫൈൻഡ് യുവർ സീക്രട്ട് റിക്കവറി ഫ്രൈസ് സെറ്റിംഗ്സ്. സെക്യൂരിറ്റിയിൽ പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രട്ട് ഫ്രൈസ് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത് അവിടെ ഇൻഫർമേഷൻ കാണാം. ദെൻ നമുക്ക് ഡണ്ണിൽ ക്ലിക്ക് ചെയ്യാം. ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു പോപ്പപ്പ് വിൻഡോ വരും, വെൽക്കം ടു യുവർ വാലറ്റ് എന്നുള്ളത്. അവിടെ നോ താങ്ക്സിൽ ക്ലിക്ക് ചെയ്യാം. അഗൈൻ ഒരു പോപ്പപ്പ് വിൻഡോ വരും, വീണ്ടും നോ താങ്ക്സിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ മെയിൻ സെറ്റിംഗ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇത്തേറിയം നെറ്റ്വർക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്തേറിയത്തിന്റെ ക്വാണ്ടിറ്റി, ഇത്തേറിയത്തിന്റെ ഡോളർ പ്രകാരമുള്ള അസറ്റ് അവിടെ കാണിക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണോ മെറ്റാമാസ്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആ പ്രൊജക്റ്റിന്റെ നേറ്റീവ് ആയിട്ടുള്ള അവിടെ യൂസ് ചെയ്യുന്ന ഡോളേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ് ഏതാണോ അതെന്ത് ചെയ്യും, ഇവിടെ ആക്സസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെറ്റാഫോഴ്സിൽ എങ്ങനെ മെറ്റാമാസ്കിനെ ആക്സസ് ചെയ്യാം എന്നുള്ളതിന് ആസ്പദമായിട്ടാണ് നമ്മൾ ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മെറ്റാമാസ്കിൽ യൂസ് ചെയ്യുന്ന ചെയിൻ നെറ്റ്വർക്ക് ഏതാണോ ആ നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് ചെയ്യാം, എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇത്തേറിയം നെറ്റ്വർക്കിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യാം.
ദെൻ പോളിഗൺ മൈനറ്റ് മീൻസ് പോളിഗൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിന് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ കൺഫേമിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ സ്വിച്ച് ടു നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ചെയ്ത് വന്ന ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഗോട്ട് ഇറ്റ് ബാക്ക് അടിക്കാം. ഇവിടെ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ടോക്കൺസ് ആണ്. മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മെറ്റാഫോഴ്സിലൂടെ ആക്സസ് ചെയ്യുന്ന 2 ടോക്കൺസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് മാറ്റിക് ആണ്, 2 ഡായി ആണ്. ഇവിടെ നമുക്ക് കാണാം പുതിയ മെറ്റാഫോഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ 2 ഡിജിറ്റൽ അസറ്റുകൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രിപ്റ്റോ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ മാറ്റിക് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഇതിന് മുന്നേ നിങ്ങൾ അവിടെ എന്ത് കണ്ടിട്ടുണ്ടാവും, മാറ്റിക് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ POL എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. ആക്ച്വലി മാറ്റിക് തന്നെയാണത്. പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് പോളിഗൺ എന്നുള്ള സിമ്പിൾ നെയിമാണ് ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി വ്യൂ ചെയ്ത് കാണാം. അത് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നെയിമിൽ മാത്രമാണ് അവിടെ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവിടെ പോൾ എന്ന് പറയുന്നത് കാണുന്നത് കൊണ്ട് നിങ്ങൾ പാനിക് ആവേണ്ടതില്ല. ആക്ച്വലി പോൾ എന്ന് പറയുന്നത് പോളിഗൺ എന്നുള്ളതിൻ്റെ നെയിമാണ്. പോളിഗൺ മാറ്റിക് എന്നാണ് ഫുൾ നെയിം. അവിടെ പോളിഗൺ എന്ന് മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. പോളിഗൺ മൈനറ്റിൻ്റെ പോളിഗൺ മാറ്റിക് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടോക്കൺ നമ്മൾ ആഡ് ചെയ്യാം. അവിടെ ചെയ്യേണ്ടത് ഇമ്പോർട്ട് ടോക്കൺസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഡായി എന്ന് പറയുന്ന ഡോളറിന് എന്ത് ചെയ്യാം, സ്റ്റേബിൾ കോയിനെ എനേബിൾ ചെയ്യാം. ആ ടിക്ക് മാർക്ക് ചെക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം, ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. പിന്നീട് നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന TR ടോക്കൺ ആണ്. ആ TR ടോക്കൺ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് മാനുവലി ഇമ്പോർട്ട് ടോക്കണിൽ ക്ലിക്ക് ചെയ്യാം. കസ്റ്റം ടോക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാനുവലി നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ അഡ്രസ്സ് ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ആണ്. ഈ ഓപ്ഷൻസ് ചെയ്തു വെച്ച ശേഷം നമ്മൾ സെക്യൂരിറ്റി സെറ്റിംഗ്സ് ആണ് അവിടെ ചെയ്യേണ്ടത്. നമ്മൾ വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇന്ന കണ്ടീഷൻസ് മാത്രമേ നമുക്ക് അവിടെ എനേബിൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അവിടെ സെക്യൂരിറ്റി പ്രൈവസിയിൽ പോകാം. സെക്യൂരിറ്റി പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സീക്രട്ട് ഫ്രൈസ് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് റിവീൽസ് റിക്കവറി ഫ്രൈസ് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക. മെറ്റാമാസ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ സീക്രട്ട് ഫ്രൈസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതിൻ്റെ ഓപ്ഷൻസാണ് റിവീൽ സീക്രട്ട് ഫ്രൈസ്. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഓട്ടോ ലോക്ക് സെറ്റിംഗ്സ് ടൈം മാറ്റണമെങ്കിൽ അത് മാറ്റം വരുത്താം. ടേൺ ഓൺ റിമെമ്പർ അത് ഓട്ടോമാറ്റിക് റിമെമ്പർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഷോ പ്രൈവറ്റ് കീ, ഈ പ്രൈവറ്റ് കീ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ടോക്കൺ പോക്കറ്റിലേക്ക് പോലെയുള്ള വാലറ്റുകളിലേക്ക് നമ്മുടെ ഈ വാലറ്റിന് എന്ത് ചെയ്യാം, സീക്രട്ട് ഫ്രൈസ് ഇല്ലെങ്കിലും പ്രൈവറ്റ് കീ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യാം, നമ്മൾ എനേബിൾ ചെയ്യാം, എല്ലാത്തിനും നമ്മൾ ഓഫ് ചെയ്യാം. നമുക്ക് മെയിൻലി സെക്യൂരിറ്റി അലേർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റാമാസ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് തവണ സെക്യൂരിറ്റി റിക്കവറി അലേർട്ട് വരുന്ന സമയത്ത് നമുക്ക് പാനിക്കാവും. ആ പാനിക്കാവുന്ന സമയത്ത് ആ ഓപ്ഷൻസിലേക്ക് നമുക്ക് ക്ലിക്ക് ചെല്ലാൻ വേണ്ടി പറ്റണമെന്നില്ല. കയറി ചെല്ലാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, സെക്യൂരിറ്റി അലേർട്ട് ഓഫ് ചെയ്യാം. ബേസിക് ഫംഗ്ഷനാലിറ്റി എനേബിൾ ചെയ്യാം, കുഴപ്പമില്ല. ദെൻ നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻസ് കറക്റ്റായിട്ട് പമ്പ് ആവുന്നില്ലെങ്കിൽ, മീൻസ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യുന്നത് ക്ലിയർ ബ്രൗസർ കുക്കീസും അതുപോലെ ബ്രൗസർ ഹിസ്റ്ററിയും പ്രൈവസി ഡാറ്റയും ഒന്നും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെറ്റാമാസ്ക് എന്ത് ചെയ്യും, വീണ്ടും പഴയ മോഡിലേക്ക് തന്നെ പോകും. മീൻസ് ഒരിക്കലും വാലറ്റ് റിമൂവ് ആയി പോകത്തില്ല. നമ്മുടെ ഹിസ്റ്ററീസ് അതുപോലെ ക്യാഷ് മെമ്മറി ഇതൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ആയി പോയിക്കോളും. ഇവിടെ നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡേഴ്സ് നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ആവശ്യമില്ല, അതുകൊണ്ട് ഓഫ് ചെയ്യാം. ബാച്ച് അക്കൗണ്ട് ബാലൻസ് റിക്വസ്റ്റ്, നമ്മൾ വൺസ് ഒരു ആക്ടിവിറ്റി നടത്തുന്ന സമയത്ത്, ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ വാലറ്റിൽ നിന്ന് പോകുന്ന ബാലൻസ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അത് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണോ അവിടെ വാല്യൂ, ആ വാല്യൂ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യുക, പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ദെൻ നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ചെയിൻ നെറ്റ്വർക്ക്, ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പോളിഗൺ മൈനറ്റ് ആയതുകൊണ്ട് പോളിഗൺ മൈനറ്റ് മാത്രം അവിടെ എനേബിൾ ചെയ്യാം. ബാക്കിയുള്ള 2 നെറ്റ്വർക്കും ഇത്തറിയം ആയാലും ഡിനാമൈൻ നെറ്റ്വർക്ക് ആയാലും ഓഫ് ചെയ്യാം. എസ്റ്റിമേറ്റ് ബാലൻസ് ചേഞ്ചസ്, നമ്മൾ ഇൻ കേസ് നമുക്ക് ബാലൻസ് വരികയും പോവുകയും കാണണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഇവിടെ ചേഞ്ചസ് വരുന്നത് കാണണമെങ്കിൽ അത് എനേബിൾ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഡിസ്പ്ലേ NFT മീഡിയ, നമ്മളെ മെറ്റാമാസ്കിൽ നമ്മുടെ കയ്യിൽ എത്ര NFTകളൊക്കെ ഉണ്ടോ ആ NFTകൾക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, അത് എനേബിൾ ചെയ്യാം. IPS ഗേറ്റ്വേ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അത് എനേബിൾ ചെയ്തിടാം. ഓഫ് ചെയ്താലും കുഴപ്പമില്ല. മെറ്റാമാട്രിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യാം, എനേബിൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഡാറ്റ കളക്ഷൻ ഓഫ് മാർക്കറ്റിംഗ്, അത് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഡാറ്റ കളക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചേഞ്ചസ് വരുത്തേണ്ടത്.
സോ വൺസ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാലറ്റ് റെഡിയായി എന്നുള്ളതാണ്. ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡായി എന്ന് പറയുന്ന സ്റ്റേബിൾ കറൻസിയും അതേപോലെ പോളിഗൺ എന്ന് പറയുന്ന മാറ്റിക്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ആഡ് ഓൺ ചെയ്യേണ്ടത്. ആഡ് ഓൺ ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റാമാസ്കിൽ പോയിട്ട് ഡാപ്പ് ബ്രൗസറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് മനസ്സിലാക്കാം. വൺസ് നമ്മളുടെ അക്കൗണ്ട് നെയിം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. ആ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന വാലറ്റ് അഡ്രസ് എന്താണോ അതാണ് നമ്മളെ വാലറ്റ് അഡ്രസ്. ആ വാലറ്റ് അഡ്രസ് സെക്യൂർ ആയിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ 12 വേർഡുള്ള റിക്കവറി ഫ്രൈസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ആ 12 വേർഡ്സ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. നമ്മളെ അക്കൗണ്ട് നെയിം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് അക്കൗണ്ട് നെയിമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് നെയിം മാറ്റി നമുക്ക് എന്താണോ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് നെയിം അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ. കൂടാതെ ഒരു ഓപ്ഷൻസും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിക്കവറി ഫ്രൈസ് ഇൻ കേസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയോ എഴുതി വെച്ചത് എറൈസായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ മെറ്റാമാസ്ക് ആപ്ലിക്കേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വേറൊരു ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്ന ഏതൊരു പബ്ലിക് വാലറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതൊരു പബ്ലിക് സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്കും ഇത് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 12 വേർഡ്സ് റിക്കവറി ഫ്രൈസ് വേണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാരണവശാലും നമ്മൾ റിക്കവറി ഫ്രൈസ് നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. മെറ്റാമാസ്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തികൾക്ക് എങ്ങനെ റിക്കവറി ഫ്രൈസ് എടുക്കാം, എങ്ങനെ പ്രൈവറ്റ് കീ എടുക്കാം എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇവിടെ നമ്മുടെ സെറ്റിംഗ്സിൽ പോകുക. നമ്മുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷൻ കിട്ടും. സെറ്റിംഗ്സിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷൻ കിട്ടും. സെക്യൂരിറ്റി പ്രൈവസി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SRP മീൻസ് സീക്രട്ട് റിക്കവറി ഫ്രൈസ് എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് റിവീൽ സീക്രട്ട് റിക്കവറി ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ സ്ക്രീനിലാണ് ടച്ച് ചെയ്യേണ്ടത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരും. സെക്യൂരിറ്റി കിസ് ആണത് ആക്ച്വലി. ആ സെക്യൂരിറ്റി കിസ് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് ക്ലിയർ ഔട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ കാൻഡ് ഹെൽപ്പ് യു എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്യാൻ ഗെറ്റ് ഇറ്റ് ബാക്ക് ഫോർ യു എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ വരും. സോ ആ ഓപ്ഷനിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, ട്രൈ അഗൈനിൽ ക്ലിക്ക് ചെയ്യാം. കാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വിസ് അവിടെ പാസ്ഡ് ആണ്. സെക്കൻഡ് ക്വിസിലേക്കാണ് അടുത്ത ഓപ്ഷൻ പോകുന്നത്. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എനിവൺ ഈവൻ സപ്പോർട്ട് ഏജന്റ് ആസ്ക് ഫോർ യുവർ സീക്രട്ട് റിക്കവറി ഫ്രൈസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ യു ഷുഡ് ഗിവ് ഇറ്റ് ടു ദം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നെവർ എന്നൊരു ഓപ്ഷൻസ് അവിടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോപ്പപ്പ് വിൻഡോ വരും. അപ്പോൾ ട്രൈ അഗൈൻ ക്ലിക്ക് ചെയ്യാം. യു ആർ ബീൻ സ്കാംഡിൽ എന്ത് ചെയ്യാം, അതാണ് കറക്റ്റായ ആൻസർ. ആ കറക്റ്റായ ആൻസർ എന്ത് ചെയ്യാം, നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെയ്യും, നിങ്ങളെ സീക്രട്ട് ഫ്രൈസ് എടുക്കാനുള്ള ആ ഗാഡ്ജറ്റ്സിന് എന്താണോ പാസ്വേഡ് കൊടുത്തിരിക്കുന്നത് ആ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യാം, ആ പാസ്വേഡ് കറക്റ്റ് അടിച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച ശേഷം SRP എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ടു റിവീൽ SRP മീൻസ് റിവീൽ SRP എന്ന് പറയുന്നത് റിവീൽ സീക്രട്ട് റിക്കവറി ഫ്രൈസ് എന്ത് ചെയ്യാം, ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, അത് ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേഷനായി അവിടെ ടിക്ക് മാർക്ക് വന്നതായി കാണാം. ദെൻ നിങ്ങളെ 12 കീബോർഡ് ഫ്രൈസ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. എവിടെയാണോ വാട്ടവർ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ സീക്രട്ട് ഫ്രൈസ് അവിടെ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് റിക്കവറി ഫ്രൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അവിടത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങളെ കൂടെയുള്ളവരെ പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അറിവുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരറിവും ചെറുതല്ല. എല്ലാവരെയും അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ അറിവുകൾ അപ്ഡേറ്റഡ് ആവുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. സോ വെരി താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു വെരി മച്ച്.